ഹായ് ഫ്രണ്ട്സ്, KL59A1 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഹൈറ്റ് കുറവാണ് എന്ന ഒരൊറ്റ കാരണത്താൽ സ്കൂട്ടി പഠിക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരക്കാർക്ക് പ്രചോദനമാകുന്ന അഥവാ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്നോടൊപ്പം കൂടെയുള്ളത് നിഷേച്ചിയാണ്. ഈ അടുത്ത ദിവസമാണ് നിഷേച്ചി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായത്. സ്കൂട്ടിയുടെ ലൈസൻസ് എടുത്തത് ഈ തൊട്ടടുത്ത ദിവസമാണ്. ഹൈറ്റ് കുറവാണ് എന്ന കാരണത്താൽ സ്കൂട്ടി പഠിക്കാൻ മടിച്ചു നിൽക്കുന്ന, ഭയത്തോടു കൂടി മാറി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. നിഷേച്ചിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 144 സെൻറ്റിമീറ്ററാണ് നിഷേച്ചിയുടെ ഹൈറ്റ്. നിഷേച്ചി ഹൈറ്റിനൊപ്പം തന്നെ വെയിറ്റ് കൂടി നല്ലതുപോലെ ഉള്ള ഒരാളാണ്. നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ട് തന്നെയാണ് നിഷേച്ചി ഈ ലൈസൻസ് നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നിഷേച്ചിയോട് തന്നെ ചോദിക്കാം. നിഷേച്ചി എന്തുണ്ട്, ഉഷാറിനല്ലേ? എങ്ങനെയുണ്ട് ലൈസൻസ് എടുത്തപ്പോൾ ഒരു എക്സ്പീരിയൻസ്? ആത്മവിശ്വാസം, വണ്ടി ഓടിക്കുന്നതിൽ നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട്. സന്തോഷമുണ്ട്. എന്താണ് ഇത്രയും ലേറ്റായി പോയത് വാഹനം പഠിക്കാൻ, സ്കൂട്ടി പഠിക്കാൻ? സ്കൂട്ടി പഠിക്കാൻ ഈ ഹൈറ്റ് കുറവുകൊണ്ടും പിന്നെ പേടികൊണ്ടും ഹൈറ്റ് കുറവാണ് എന്നുള്ളൊരു വിഷയം കൊണ്ട് തന്നെ മടിച്ചു തന്നു അല്ലേ? പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ ലൈസൻസ് എടുത്തു അല്ലേ? ഇപ്പോൾ വാഹനം പഠിപ്പിച്ചവരുടെ മോട്ടിവേഷനും കൂടി, മോട്ടിവേഷൻ ആ ഒരു ഘടകം കൂടി ഇതിലുണ്ട് അല്ലേ? ഇല്ലെങ്കിൽ ഞാൻ പിന്നെ മടിച്ചു നിൽക്കും എന്നുള്ളതാണ്. ആ ഒരു താല്പര്യം കാണിക്കില്ല എന്നല്ലേ? അപ്പോൾ ഇപ്പം വണ്ടി എടുത്തു തുടങ്ങി അല്ലേ? വണ്ടി ഇപ്പോൾ എടുത്തിട്ടാണ് എല്ലാ സ്ഥലത്തും പോകുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ സ്കൂട്ടി പഠിക്കാൻ ഹൈറ്റ് കുറവാണ് എന്ന കാരണത്താൽ സ്കൂട്ടി പഠിക്കാൻ മടിച്ചു നിൽക്കുന്നവരോട് എന്താണെന്ന് പറയാനുള്ളത്? ഹൈറ്റ് കുറവൊരു ഘടകമല്ല എന്നുള്ളതാണ് വണ്ടി എടുക്കാൻ. അതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കും എന്തും ആവും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ സാധിക്കും അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഉറപ്പാണ്. അത് ചിലപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് പരാജയപ്പെട്ടേക്കാം, അതല്ലെങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റൊക്കെ പരാജയപ്പെട്ടേക്കാം. പക്ഷെ അതിനെയൊക്കെ തട്ടി മാറ്റി, ആ തടസ്സങ്ങളെയൊക്കെ തട്ടി മാറ്റി നമ്മളെന്ത് വേണം? ഈ ലൈസൻസ് എടുത്ത് പിന്മാറൂ എന്നുള്ളൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയൂല അല്ലേ? അങ്ങനെയാണ്. അതെ. അപ്പോൾ അതാണ് നിഷേധിക്ക് ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത്. ഹൈറ്റ് കുറവാണ് എന്ന കാരണത്താൽ സ്കൂട്ടി പഠിക്കാൻ മടിച്ചു നിൽക്കുന്നവർക്ക് ഒരു പ്രചോദനമാകുന്നതിന് വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. നിഷേധിച്ച് ഹൈറ്റ് കുറവാണ്, ഒപ്പം വെയിറ്റ് കൂടുതലുള്ള ഒരാൾ കൂടിയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും, നല്ല വെയിറ്റുള്ള ആൾ കൂടിയാണ്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇവർ ഈ ലൈസൻസ് എടുത്തിട്ടുള്ളത്. പലപ്പോഴും ഹൈറ്റ് കുറവാണ് എന്ന കാരണത്താൽ ചില ആളുകളൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹൈറ്റ് കുറവാണ്, പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ഇവർക്ക് ഈ ബൈക്കിലിരുന്ന് കഴിഞ്ഞാൽ കാലൊന്നും പ്രോപ്പറായിട്ട് പറ്റില്ല, കുത്താൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇവർ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇവർ ഈ സ്കൂട്ടി പഠിച്ചെടുത്തത് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ താല്പര്യത്തോടു കൂടി തന്നെ എന്ത് ചെയ്യുക? പഠിക്കാൻ ഇറങ്ങുക. പതുക്കെ ബാലൻസ് ആയിക്കോളും. ബാലൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനം ഇതുപോലെ ഓടിക്കാൻ പറ്റും. വാഹനം ഓടിച്ച് നല്ലതുപോലെ ഏലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ടെസ്റ്റിന് പോയി ഒരു ടെസ്റ്റോ 1-2 ടെസ്റ്റൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ചില ആളുകൾ പറയും എനിക്ക് കിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല. ബാലൻസ് നല്ലതുപോലെ ആയിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എട്ടൊക്കെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. ആത്മവിശ്വാസം പ്രധാന ഘടകമാണ്. നല്ല ആത്മവിശ്വാസത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തിനേയും നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കുറേയേറെ പേർ മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചിരുന്നു, എനിക്ക് 150 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്, കാലുകുത്താൻ എത്തില്ല, അതുകൊണ്ട് തന്നെ ഭയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നിഷേധിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 144 സെൻറ്റിമീറ്ററാണ്. ആ നിഷേധിക്ക്
നിഷേധിക്ക് ഈ ബൈക്ക് ഈ രൂപത്തിൽ ഓടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾക്കും സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്നതിന് വേണ്ടി ഇറങ്ങുക. അപ്പോൾ ഈ സ്കൂട്ടി പഠിക്കുന്ന അവസരത്തിൽ ഈ വാഹനം ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ചെരിഞ്ഞ് വീണിട്ടൊക്കെ ഉണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് നിഷേധിച്ച് വാഹനം പഠിച്ചെടുത്തത്. അപ്പോൾ ഇത്രത്തോളം ഹൈറ്റ് കുറഞ്ഞ ആൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സാധിക്കും എന്ന് തന്നെയാണ്. ഹൈറ്റ് കുറവ് എന്ന കാരണത്താൽ മാറി നിൽക്കണ്ട എന്ന് തന്നെയാണ് എനിക്ക് ഈ വീഡിയോയിൽ ഏതൊരാൾക്കും സ്കൂട്ടി പഠിച്ചെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നിശ്ചയിച്ച് ഇപ്പോൾ വാഹനം എടുത്തിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, സ്കൂട്ടി എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഹൈറ്റ് കുറവാണ് എന്ന കാരണത്താൽ ഭയം കൊണ്ട് മാറി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന്, അവരുടെ വിഷയം കാല് കുത്താനെത്തില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ചെരിഞ്ഞ് വീണു പോകുമെന്നുള്ളതാണ്. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് നേടിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.